അങ്ങനെ ഉംറ കഴിഞ്ഞ് ഞങ്ങൾ വിദായിൻ്റെ തവാഫും ചെയ്തുകൊണ്ട് മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് തിരിച്ചു. മദീനയിലേക്ക് ഏകദേശം 5 മണിക്കൂറിനടുത്ത് യാത്ര വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മസ്ജിദുൻ നബവിയിൽ എത്തി. മക്കയെ അപേക്ഷിച്ച് മദീന വളരെ ശാന്തമാണ്. അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ റസൂലിൻ്റെ ചാരത്തേക്ക് നടന്നു. ഓരോ മുസ്ലിമും ജീവിതത്തിൽ വന്നെത്താൻ ആഗ്രഹിക്കുന്ന ആ പച്ചക്കുബയുടെ താഴ്വാരത്തോട്ട് ഞങ്ങൾ നടന്നു തുടങ്ങി. അൽഹംദുലില്ലാഹ്, ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇതാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറ. എല്ലാവർക്കും വന്ന് കാണാനും സലാം പറയാനും പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. റസൂലിൻ്റെ ചാരത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൗളയിലേക്ക് തിരിച്ചു. റൗള എന്ന് പറയുന്നത് മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തിൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും ഈ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൽ നിന്നുള്ള ഒരിടമാണ് എന്ന് മുത്ത് റസൂൽ സൂചിപ്പിച്ച റൗളക്കുള്ളിലാണ് നമ്മളുള്ളത്. ഇതാണ് റസൂൽ ഖുതുബ നിർവഹിച്ചിരുന്ന റൗളയിലെ മിമ്പർ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹറമിലെ മ്യൂസിയം കാണാൻ പോയി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് നമ്പർ 369 താഴെ 2ാം തട്ടിലാണ്. ഇതിലേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. അസ്ര നമസ്കാരത്തിന് ശേഷമാണ് ഈ മ്യൂസിയം തുറക്കുന്നത് എന്നാണ് അറിഞ്ഞത്. പഴയ കാലത്ത് എല്ലിലും കല്ലിലും ഒക്കെ എഴുതി പഠിച്ചത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വേറെയും ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. മുസല്ലയിൽ കാലിഗ്രാഫി ചെയ്യുന്നത് വളരെ കൗതുകത്തോടെ നോക്കി നിന്നു. നമ്മുടേതും ഒന്ന് ചെയ്യിച്ചുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് നടന്നു. ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചും കമൻ്റായും പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. ഞാൻ ഈ ഉംറ പോയത് 2025 നവംബർ മാസത്തിലാണ്, ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ്. അന്നത് 1350 രൂപയുടെ പാക്കേജ് ആയിരുന്നു. 6 ദിവസം മക്കയിലും 2 ദിവസം മദീനയിലും 2 ദിവസത്തെ യാത്രയുമായി 10 ദിവസം. ഇപ്പോൾ അത് 1450 ആയി എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ ഭക്ഷണം ഇൻക്ലൂഡ് അല്ല. ഒരു നേരം 10 ദിർഹംസ് വെച്ച് അവർ നല്ല മലയാളി നാടൻ ഭക്ഷണം ഒരുക്കി തന്നിരുന്നു. പാക്കേജിൽ വിസ, ബോർഡർ ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, മലയാളി അമീറിൻ്റെ കൂടെ 3 ഉംറ എന്നിവയെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബസ് പാക്കേജും ഫ്ലൈറ്റ് പാക്കേജും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് മെസ്സേജ് അയച്ചാൽ മതി.